നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. വെസ്റ്റ് ഇൻഡീസ് T20 വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ച് കയറിയത് 5 വിക്കറ്റിനാണ്. പാപ്പുവ ന്യൂഗിനിയെ അവർ 5 വിക്കറ്റ് മാർജിനിൽ തോൽപ്പിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് ആരാധകർ ഈ കളിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ പാപ്പുവ ന്യൂഗിനി പോലുള്ള ഒരു അസോസിയേറ്റ് ടീമിനെതിരെ പമ്പൻ ഹിറ്റേഴ്സ് അടങ്ങുന്ന വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുമ്പോൾ ഒരു കൂട്ടക്കുരുതി പ്രതീക്ഷിച്ചെങ്കിൽ തെറ്റി. വീരോചിതം പോരാടിയിട്ടാണ് PNG തോൽവി സമ്മതിച്ചത്. 16ാമത്തെ ഓവറിൽ ആസാദ് വാല റുദർഫോർഡിനെ പറഞ്ഞു വിടുമ്പോൾ 4 ഓവറുകളിൽ 40 റൺസ് വേണമായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെ വിജയിക്കാൻ. അവരെ ആ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയത് റോസ്റ്റൻ ചേസിൻ്റെ ആ ഒരു പ്രകടനം തന്നെയാണ്. 27 പന്തുകൾ നേരിട്ട് അദ്ദേഹം 42 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അങ്ങനെ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ റസലും ക്രീസിലുണ്ടായിരുന്നു. ഇതാണ് അസോസിയേറ്റ് ടീമും ഒരു കരുത്തുറ്റ ഡെസ്റ്റിനേഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. കാരണം 7ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ വരുന്നത് ആരാ? അത് ആന്ദ്രെ റസലാണ്. അവിടെയുണ്ട് ഈ ടീമുകളുടെ നിലവാരത്തിൻ്റെ അന്തരം. എന്നാൽ പോലും നല്ല രൂപത്തിൽ പോരാടി അവസാന ഓവറിന് തൊട്ട് മുമ്പ് വരെ 19ാമത്തെ ഓവർ വരെ കളി കൊണ്ടുപോകാൻ PNGക്ക് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ അവർ കാണിച്ചിട്ടുള്ള ഒരു അബദ്ധം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ PNGക്ക് ഒന്നുകൂടി കളി മുറുക്കാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നിക്കോളാസ് പൂഴനെ ഡെക്കിന് വേണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു. അലിനോയുടെ ആ ഒരു ബോള് കൃത്യമായിട്ട് വിക്കറ്റ് ഹിറ്റിംഗ് ആയിരുന്നു. 3 റൺസാണ് ബോൾ ട്രാക്കറിൽ കാണിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റിവ്യൂ കൊടുക്കേണ്ട അമ്പയർ LBWPയിൽ നിഷേധിച്ചപ്പോൾ റിവ്യൂ കൊടുക്കേണ്ട എന്ന തെറ്റായ തീരുമാനം PNGക്ക് തിരിച്ചടിയായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഓൾറെഡി ചാൾസിനെ ഡെക്കിന് പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ 8 റണ്ണിന് 2 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് വെസ്റ്റ് ഇൻഡീസ് തുടക്കത്തിലേ വീഴുമായിരുന്നു. എന്തായാലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാപ്പുവ ന്യൂഗിനി 20 ഓവറുകളിൽ 136 റൺസാണ് 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്. അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ സെസബാവു, അതുപോലെ അവസാനം ഫൈറ്റ് ചെയ്ത് 18 പന്തിൽ നിന്ന് 27 റൺസ് നേടിയ കിപ്ലിംഗ് ഡോളിക എന്നിവരാണ് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത്. ക്യാപ്റ്റൻ ആസാദ് വാല 22 പന്തുകളിൽ നിന്ന് 21 റൺസ് എടുത്തു. അദ്ദേഹം നന്നായിട്ട് മിഡിൽ ചെയ്ത് വരികയായിരുന്നു. ആ ഘട്ടത്തിൽ അടിച്ചൊരു ഷോട്ടാണ് നേരെ ചേസിൻ്റെ കൈകളിലേക്ക് എത്തി അദ്ദേഹം പുറത്താകുന്നത്. എന്തായാലും 136 അത് വെസ്റ്റ് ഇൻഡീസിന് വളരെ എളുപ്പത്തിൽ അടിച്ചെടുക്കാവുന്ന ഒരു സ്കോറാണ് എന്ന തോന്നലാണ് തുടക്കത്തിലുണ്ടായതെങ്കിൽ അങ്ങനെയല്ല എന്ന് പന്തെറിഞ്ഞു തുടങ്ങിയപ്പോഴേ PNG കാണിച്ചു തന്നു. ജോൺസൺ ചാൾസിനെ അലൈനാവോ ഡെക്കിന് പറഞ്ഞു വിടുന്നു. പിന്നെയാണ് നമ്മൾ പറഞ്ഞ ആ സംഭവം ഉണ്ടാകുന്നത്. നിക്കോളാസ് പൂഴനെ ഡെക്കിന് LBWയിൽ കുരുക്കിയതാണ്. അമ്പയർ ടേൺ ഡൗൺ ചെയ്ത അപ്പീൽ പക്ഷെ റിവ്യൂ കൊടുത്തില്ല. പക്ഷെ അപ്പോഴും നിക്കോളാസ് പൂഴന് തൻ്റെ ആ ഒരു ടച്ചിൽ കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ പിന്നീട് 27 പന്തിൽ 27 റൺസ് എടുത്ത ഘട്ടത്തിൽ കാരിക്കോ പറഞ്ഞു വിടുകയായിരുന്നു. ബ്രണ്ടൻ കിങ് 29 പന്തിൽ നിന്ന് 34 റൺസ് എടുത്തു. 5ാമത്തെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെടുന്ന റോമൻ പവല് പുറത്തു പോകുന്ന ഘട്ടം, അതായത് റോമൻ പവല് 4ാമത്തെ വിക്കറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ 85 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തെ വിക്കറ്റായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷർഫൈൻ റുദർഫോർഡ് പോകുമ്പോൾ അവരുടെ സ്കോർ കാർഡിൽ 97 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ഡാമേജുകൾ സംഭവിക്കാതെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ആന്ദ്രെ റസലും റോസ്റ്റൻ ചേസും ചേർന്നുകൊണ്ടാണ്. 27 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സറും അടക്കം 42 റൺസാണ് റോസ്റ്റൻ ചേസ് എടുത്തതെങ്കിൽ 9 പന്തിൽ നിന്ന് ഒരു സിക്സറിന്റെ സഹായത്തോടെ 15 റൺസാണ് ആന്ദ്രെ റസൽ എടുത്തത്. ഒടുവിൽ 19ാമത്തെ ഓവറിൽ അവർ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.